ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് വനവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില പദ്ധതികളെക്കുറിച്ച് പഠിക്കാം. അന്യം നിന്നുപോകുന്ന നാട്ടുമാവുകളെ സംരക്ഷിക്കുവാൻ സംസ്ഥാന വനം വന്യജീവി വകുപ്പിന്റെ കീഴിൽ ആരംഭിച്ച പദ്ധതിയാണ് നാട്ടുമാവും തണലും. വനങ്ങൾ വൃത്തിയായി സൂക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെ വനം വകുപ്പ് ആരംഭിച്ച പദ്ധതിയാണ് പ്രോജക്റ്റ് ഗ്രീൻ ഗ്രാസ്. കേരളത്തിലെ വനാശ്രിത സമൂഹത്തിന്റെ ഉന്നമനത്തിനു വേണ്ടി സംസ്ഥാന വനം വികസന ഏജൻസി നടപ്പാക്കുന്ന പദ്ധതിയാണ് കതിർ. വനം പരിസ്ഥിതി സംരക്ഷണത്തിനായി മേഘാലയ സർക്കാർ അവതരിപ്പിച്ച പദ്ധതി ഗ്രീൻ മേഘാലയ പ്ലസ് സ്കീം. മരം നടുന്നതിൽ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിനായി വൻമിത്ര പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഹരിയാന. സ്കൂളുകളിൽ ചെറിയ കാടുണ്ടാക്കുന്ന പദ്ധതി വിദ്യാവനം. കേരളത്തിലെ വനേതര മേഖലയിലെ ആവാസ വ്യവസ്ഥയുടെ സംരക്ഷണത്തിനായി ഗ്രാമീണ ജനതയുടെ സഹകരണത്തോടെ നടപ്പിലാക്കുന്ന പദ്ധതിയാണ് ഗ്രാമഹരിത സമിതി. വനവിഭവങ്ങൾ സമാഹരിച്ച് അതിൻ്റെ വിപണനം ചെയ്യുന്നതിനുള്ള സംരംഭമാണ് വനശ്രീ. തീരപ്രദേശത്തെ ജൈവ സംരക്ഷണം ലക്ഷ്യമാക്കി കേരളത്തിലെ വനം മത്സ്യബന്ധന വകുപ്പുകൾ ചേർന്ന് നടപ്പാക്കിയ പദ്ധതിയാണ് ഹരിതതീരം. സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പും വനം വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന വനവത്കരണ പദ്ധതിയാണ് എൻ്റെ മരം. ഇന്ദിര പ്രിയദർശിനി വൃക്ഷമിത്ര പുരസ്കാരം നേടിയ കേരള സർക്കാർ പദ്ധതി എൻ്റെ മരം. സംസ്ഥാനത്തെ കലാലയങ്ങൾ ഹരിതാഭമാക്കാനുള്ള വിദ്യാഭ്യാസ വനം വകുപ്പുകളുടെ സംയുക്ത പരിപാടിയാണ് നമ്മുടെ മരം. വനം വകുപ്പും ട്രേഡ് യൂണിയൻ പ്രവർത്തകരും ചേർന്ന് നടപ്പിലാക്കിയ സാമൂഹിക വനവത്കരണ പദ്ധതിയാണ് വഴിയോര തണൽ. പ്രകൃതിയെ അറിയുകയും ആദരിക്കുകയും ചെയ്യാൻ കുട്ടികളെ പ്രാപ്തരാക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ പദ്ധതിയാണ് മണ്ണെഴുത്ത്. ഔഷധ സസ്യങ്ങളുടെ കൃഷിയെ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ ദേശീയ ഔഷധ സസ്യ ബോർഡ് ആരംഭിച്ച പദ്ധതിയാണ് സഞ്ജീവനി വനം. തരിശു ഭൂമിയിൽ വനവൃക്ഷങ്ങളും ഫലവൃക്ഷങ്ങളും വച്ചുപിടിപ്പിച്ച് കേരളത്തിൽ ഹരിതവത്കരണം വ്യാപിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ഹരിത കേരള മിഷൻ നടപ്പാക്കുന്ന പദ്ധതിയാണ് പച്ചത്തുരുത്ത്.